നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സര ആശംസകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അബദ്ധത്തിൽ ആദ്യമായി പത്രലേഖകരുടെ മുന്നിൽ സത്യം വിളിച്ചു പറയുകയാണ്. തങ്ങളുടെ സർക്കാർ കഴിവുകെട്ടതാണ്, ഒന്നിനും കൊള്ളുകയില്ലാത്തതാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസ് സർക്കാർ വളരെ മികച്ചതായിരുന്നു എന്നുകൂടി പറയുക എന്ന് വെച്ചാൽ എന്താണ് അല്ലേ? എന്താണ് ഈ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ പറഞ്ഞു വരുന്നത് സത്യമാണ്. അബദ്ധത്തിൽ അമിത്ഷാ സത്യം വിളിച്ചു പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഏതാണ്ട് 2-3 മാസത്തിനുള്ളിൽ പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനാൽ BJP തങ്ങളുടെ എല്ലാ തന്ത്രവുമായി ബംഗാളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കൊൽക്കത്തയിൽ വെച്ച് അമിത്ഷാ ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ അറിയാതെ സത്യം വിളിച്ചു പറയുന്ന ഒരു അബദ്ധം അയാൾ കാണിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊള്ളൂ. कम्युनिस्टों के शासन के पहले, तृणमूल के शासन के पहले प्रति व्यक्ति बंगाल की आय राष्ट्रीय औसत से 127% ज्यादा थी। 127%। देश में नागरिक 100 रुपया कमाता था तो बंगाल में 127 रुपया कमाता था। आज देश का नागरिक 100 रुपया कमाता है तो बंगाल का नागरिक 73 रुपया कमाता है. കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണത്തിനു മുൻപ്, തൃണമൂലിന്റെ ഭരണത്തിനു മുൻപ് ബംഗാളിലെ പെർ ക്യാപിറ്റ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 127% കൂടുതൽ ഉണ്ടായിരുന്നു. 127%. രാജ്യത്ത് പൊതുജനങ്ങൾ 100 രൂപ സമ്പാദിച്ചുകൊണ്ടിരുന്നപ്പോൾ ബംഗാളിലെ ജനങ്ങൾ 127 രൂപ സമ്പാദിച്ചിരുന്നു. ഇന്ന് രാജ്യത്തെ ജനങ്ങൾ 100 രൂപ സമ്പാദിക്കുമ്പോൾ ബംഗാളിലെ ജനങ്ങൾ വെറും 73 രൂപ മാത്രമാണ് സമ്പാദിക്കുന്നത്. ഇയാൾ പറഞ്ഞു വരുന്നത് മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ സ്ഥിതി വളരെ ദയനീയമായി. മമതാ ബാനർജിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനു മുൻപ് ബംഗാളിലെ ജനങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടിയ തുക സമ്പാദിച്ചിരുന്നു. എങ്കിൽ ഇപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ തുകയാണ് സമ്പാദിക്കുന്നത്. 100 രൂപ ഇന്ന് രാജ്യത്തെ ആവറേജ് ജനങ്ങൾ സമ്പാദിക്കുമ്പോൾ ബംഗാളിലെ ജനങ്ങൾ വെറും 73 രൂപ മാത്രമാണ് സമ്പാദിക്കുന്നത്. അതിന് കാരണം ഇപ്പോഴത്തെ മമതാ ബാനർജിയുടെ ഭരണവും ഇതിനു മുൻപിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും ആണ് എന്ന്. ഇതിൽ എന്താണ് കുഴപ്പം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മമതാ ബാനർജിയുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഭരണത്തിനു മുൻപ്, അതായത് ബംഗാളിലെ ജനങ്ങൾ മികച്ച രീതിയിൽ സമ്പാദിച്ചുകൊണ്ടിരുന്നപ്പോൾ ബംഗാൾ ഭരിച്ചിരുന്നത് ആരായിരുന്നു എന്ന് അറിയാമോ? കോൺഗ്രസ് സർക്കാരായിരുന്നു അതിനു മുൻപ് ബംഗാൾ ഭരിച്ചിരുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് ബംഗാൾ ഭരിച്ചിരുന്നപ്പോൾ ബംഗാളിലെ ജനങ്ങൾ രാജ്യ ശരാശരിയേക്കാൾ 27% കൂടുതൽ തുക സമ്പാദിച്ചിരുന്നു. അത്ര മികച്ച ഭരണമായിരുന്നു കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നത് എന്ന് സാരം. അന്ന് കേന്ദ്രവും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നപ്പോൾ, കോൺഗ്രസിന്റെ ഭരണം ബംഗാളിലും ഉണ്ടായിരുന്നപ്പോൾ ബംഗാൾ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മോദിയുടെ 12 വർഷത്തെ കേന്ദ്രഭരണത്തിന് കീഴിലും ബംഗാളിലെ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിലും ബംഗാളിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായി. രാജ്യത്തെ അവസ്ഥ മെച്ചപ്പെടുമ്പോൾ ബംഗാളിലെ ജനങ്ങളുടെ അവസ്ഥയും മെച്ചപ്പെടണമല്ലോ. അപ്പോൾ കേന്ദ്രഭരണവും യാതൊരു ഗുണവും ഇല്ലാത്തതാണ് എന്നും കൂടിയാണ് ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം. റൈസിംഗ് ടൈഡ് ലിഫ്റ്റ് എവരിവൺ എന്നാണല്ലോ. അതായത് തിര ഉയരുമ്പോൾ എല്ലാവരും ഉയരും. പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഇത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മോശം കമ്പനികളുടെ സ്റ്റോക്കിന്റെ വിലയും ചെറുതല്ലാത്ത രീതിയിൽ ഉയരും. രാജ്യത്തിന്റെ ഭരണം മികച്ചതാവുമ്പോൾ സംസ്ഥാന ഭരണം മോശമാണെങ്കിൽ കൂടി ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില കുറച്ചെങ്കിലും മെച്ചപ്പെടും. ഇപ്പോൾ രാജ്യത്ത് ആളുകൾ 100 രൂപ സമ്പാദിക്കുമ്പോൾ ബംഗാളിലെ ആളുകൾക്ക് 73 രൂപ മാത്രമേ സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത് സംസ്ഥാന ഭരണത്തിന്റെ ദോഷം മാത്രമല്ല, കേന്ദ്ര ഭരണത്തിന്റെ ദോഷം കൂടിയാണ്. എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക നില ഉയരുമ്പോൾ അവിടങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക നിലയും ഉയരും. മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയിൽ കൂടിയ പുരോഗതി ഉണ്ടാകാം. എങ്കിലും മോശം ഭരണമുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയിലും ഉയർച്ചയുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത്. കാരണം കേന്ദ്രഭരണവും പരിപൂർണ പരാജയമാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ തലയ്ക്കകത്ത് സാമാന്യ ബോധം ഉണ്ടാവണം എന്ന് മാത്രം. അയാളെ പിന്തുണയ്ക്കുന്നവർക്ക്
അതില്ലാത്തതിനാലാണ് ധൈര്യമായി അയാൾ ഇങ്ങനെ പറയുന്നത്. ഇനി ഇതിന്റെ വാസ്തവം എന്താണ് എന്നുകൂടി നോക്കാം. രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി കാണിച്ചു തരാം. കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്കാണ് ഇത്. രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട, സാമ്പത്തിക നില മോശമായ, ആളുകളുടെ ജീവിതം ദുരിതമായ 5 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഇത്. ഇതിൽ ഏറ്റവും മോശം, രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട സംസ്ഥാനം കഴിഞ്ഞ 20 വർഷമായി ഇയാളുടെ ട്രബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ബീഹാറാണ്. രണ്ടാമത്തെ മോശപ്പെട്ട സംസ്ഥാനമായ ജാർഖണ്ഡും മുൻപ് ബീഹാറിന്റെ ഭാഗമായിരുന്നു. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിനെ വിഭജിച്ചപ്പോൾ അല്പം മെച്ചമുണ്ടായി എന്നാണ് ഇത് കാണിക്കുന്നത്. മൂന്നാമത്തെ പാവപ്പെട്ട സംസ്ഥാനം മേഘാലയയാണ്. ഇവിടെയും ഭരിക്കുന്നത് മോദിയുടെയും ഷായുടെയും ട്രബിൾ എഞ്ചിൻ സർക്കാരാണ് വർഷങ്ങളായി. നാലാമത്തെ ഏറ്റവും പാവപ്പെട്ട സംസ്ഥാനം മറ്റൊന്നുമല്ല, മോദിയുടെയും അജയ് ബിഷ്ടിന്റെയും രാമരാജ്യമായ ഊപ്പിയാണ്. ഇവിടെയും വളരെ കാലങ്ങളായി BJP ആണ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം വർഷങ്ങളായി BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശ്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ 5 സംസ്ഥാനങ്ങളിൽ 4ഉം ഭരിക്കുന്നത് സംഘികളാണ്. മോദിയുടെയും ഷായുടെയും ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അതും വളരെ വർഷങ്ങൾ തുടർച്ചയായി ഈ സംസ്ഥാനങ്ങൾ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല സംസ്ഥാനങ്ങളിലും 20ലധികം വർഷങ്ങളായി BJP ആണ് ഭരിക്കുന്നത്. എന്നിട്ടും യാതൊരു കാര്യമായ പുരോഗതിയും ഈ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായില്ല എങ്കിൽ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് യാതൊരു സംശയവും ഇല്ലല്ലോ. ഇവിടെ അമിത്ഷാ പറഞ്ഞത് ബംഗാൾ രാജ്യത്തെ ആവറേജിനേക്കാൾ വളരെ പിന്നിലാണ് മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ എന്നാണ്. എന്നാൽ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ 5 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പശ്ചിമ ബംഗാൾ ഇല്ല. അതിൽ 4ഉം BJP ആണ് തുടർച്ചയായി വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഓർക്കുമ്പോൾ ഇവരെ ബംഗാളിന്റെ ഭരണം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഏത് സ്ഥിതിയിൽ ആകുമായിരുന്നു എന്ന് ഓർക്കണം. ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു, നീതി ആയോഗിന്റെ, അതായത് മോദി സർക്കാരിന്റെ ഡേറ്റ പ്രകാരം ഈ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങൾ എന്ന്. ഇനി 6 മുതൽ 10 വരെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് എന്നുകൂടി കാണുമ്പോൾ സംഘികൾ എന്നുള്ളത് തനി ക്യാൻസർ ആണ് എന്ന് വ്യക്തമാവും. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആസാമാണ്. ഇവിടെയും വർഷങ്ങളായി ഭരിക്കുന്നത് സംഘി സർക്കാരാണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒഡീഷയാണ്. ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘികളാണ്. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന നാഗാലാൻഡും സംഘി സർക്കാരാണ് ഭരിക്കുന്നത്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന മണിപ്പൂരിലും ഭരണം മറ്റാരുടേതുമല്ല, സംഘികളുടേത് തന്നെ. 10ാം സ്ഥാനത്താണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ 10 സംസ്ഥാനങ്ങളിൽ 8ഉം ഭരിക്കുന്നത് മോദിയുടെ, അമിത്ഷായുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരാണ്. ഈ 10ൽ ഏറ്റവും മികച്ച സ്ഥാനത്താണ്, 10ാം സ്ഥാനത്താണ് മമതാ ബാനർജി ഇപ്പോൾ ഭരിക്കുന്ന, മുൻപ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വ്യക്തമായ കാര്യം ഒരിക്കലും സംഘികളെ ഭരണം ഏൽപ്പിക്കരുത് എന്നാണ്. അതുപോലെ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് അറിയാമോ? സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും മികച്ച സംസ്ഥാനങ്ങൾ. ഒരിക്കലും സംഘികൾക്ക് ഭരണം നൽകാത്ത കേരളം, തമിഴ്നാട്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ. ഇതിൽ കർണാടകയിൽ സംഘികൾ കുറച്ചുനാൾ ഭരിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ആ ഭരിച്ച കുറച്ചു നാൾ കൊണ്ട് തന്നെ കർണാടകത്തെ ഏതാണ്ട് നശിപ്പിച്ചിരുന്നു എങ്കിലും തിരിച്ച് കോൺഗ്രസ് ഭരണത്തിൽ എത്തിയപ്പോൾ മികച്ച രീതിയിലാണ് കർണാടകം മുന്നേറുന്നത്. ഏതായാലും വിവരമില്ലായ്മ കൊണ്ടും അബദ്ധവശാലും കോൺഗ്രസ് സർക്കാർ വളരെ മികച്ചതായിരുന്നു എന്ന സത്യം തുറന്നു പറഞ്ഞ അമിത്ഷായെ അനുമോദിക്കാതെ തരമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ.